തിരുവനന്തപുരത്ത് നെട്ടയത്ത് ഇന്നലെ രാത്രിയിൽ വലിയ അടിയായിരുന്നു കേട്ടോ. BJP RSS പ്രവർത്തകരും നാട്ടുകാരും തമ്മിലായിരുന്നു സംഘർഷം. പ്രദേശത്തെ കനത്ത ജാഗ്രത ഇപ്പോഴുണ്ട്. പ്രദേശവാസികളെ യുവാക്കൾ തമ്മിൽ നിലനിന്നിരുന്ന വ്യക്തിപരമായ തർക്കം രാഷ്ട്രീയ സംഘർഷമായി മാറിയതോടെ ഇപ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവുകയും സംഘർഷം കൈവിട്ടു പോകുന്ന നിലയിലുമെത്തി. പോലീസ് ഉദ്യോഗസ്ഥനെ കല്ലേറിൽ പരിക്കേറ്റു എന്നുള്ളൊരു വിവരം വരുന്നു. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവും ഉണ്ടായി. നിലവിൽ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. നമ്മുടെ പ്രതിനിധി ഗോകുൽനാഥ് ഉണ്ട് നെട്ടയത്ത് മലമുകളിൽ നിന്ന്. ഗോകുൽ, വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ. നെട്ടയത്ത് പൊതുവെ സമാധാനത്തിൽ ആളുകളൊക്കെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. എന്തോ ചെറിയ വാക്ക് തർക്കമാണ് കൈവിട്ടു പോയപ്പോൾ വല്ലാത്ത രീതിയിൽ കൈവിട്ടു പോയി. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കാണിക്കാം. ഇന്നലെ രാത്രിയിൽ ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും റിപ്പോർട്ടറാണ്. ഗോകുൽ അവിടെ എത്തിയിരുന്നു. നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ വല്ലാതെ പേടിച്ചു പോയ ദൃശ്യങ്ങളായിരുന്നു. അതിനിടയ്ക്ക് ഒരു മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനൊക്കെ ശ്രമിച്ചു. സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമാണോ, സംഘർഷാവസ്ഥയാണോ ഇപ്പോഴും ഗോകുൽ? അരുൺകുമാർ, ഇപ്പോഴും സംഘർഷാവസ്ഥ തന്നെയാണ് നെട്ടയത്തെ മലമുകൾ എന്ന ഈ പ്രദേശത്ത്. തീർത്തും രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ ചില വ്യക്തിപരമായ തർക്കങ്ങൾ, ആ തർക്കങ്ങൾ കാലാകാലങ്ങളായി തുടരുകയും അത് രാഷ്ട്രീയപരമായി മറ്റൊരാൾ ഉപയോഗിക്കുകയും ചെയ്തതിന്റെ നേർചിത്രമാണ് നെട്ടയത്തിന് പറയാനുള്ളത്. പ്രദേശവാസികളടക്കം ഒന്നടങ്കം ആ യുവാവിനൊപ്പം നിന്നതുകൊണ്ട് തന്നെ സത്യാവസ്ഥ പുറത്തു വന്നുവെന്നുള്ളതാണ്. BJP പ്രവർത്തകനായിട്ടുള്ള ബിനു എന്ന വ്യക്തിയാണ് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് ഈ സംഘപരിവാർ സംഘടനകളെ, പല ഇടങ്ങളിൽ നിന്ന് സംഘപരിവാർ സംഘടനകളിൽ പെട്ടുന്ന ആളുകളുമായി എത്തി ഈ പ്രദേശത്തുണ്ടായിരുന്ന സുനിൽ എന്ന യുവാവിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നുള്ളതാണ്. ഏതായാലും സുനിലിന് രാഷ്ട്രീയമോ മറ്റോ ഒന്നുമില്ല എന്ന് പ്രദേശവാസികൾ അടക്കം പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ രാഷ്ട്രീയമില്ലാത്ത ഒരു വ്യക്തിയെ രാഷ്ട്രീയത്തിന്റെ മറ പറ്റി മറ്റൊരാൾ ആക്രമിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എന്തായാലും നെട്ടയത്തിനടുത്തുള്ള പ്രദേശത്തെ വാർഡുകളിലൊക്കെ തന്നെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ നിന്നും അതേപോലെ തന്നെ RSS പ്രവർത്തകരടക്കം പല പ്രദേശങ്ങളിൽ നിന്ന് എത്തിയാണ് ഇവിടെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും സ്ഥിതിഗതി ശാന്തമാക്കാനെത്തിയ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ SI അടക്കമുള്ളവർക്ക് കല്ലേറിൽ പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരുന്നുള്ളതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, കനത്ത പോലീസ് സന്നാഹമുണ്ട്. ഇപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ പോലീസ് വിന്യാസമൊക്കെ പ്രദേശത്തേക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രദേശവാസികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ അവർ പ്രതികരിക്കുന്നത് കണ്ടതാണ്. ഇപ്പോൾ നമുക്ക് സുനിൽ നമ്മോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ആളാണ് സുനിൽ. സുനിലേട്ട, ഇപ്പൊ എങ്ങനെയുണ്ട് അവസ്ഥ? ഇത് തീർത്തും വ്യക്തിപരമായിട്ടൊരു ഒരു കാര്യമാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയപരമായിട്ട് മാറിയത്. അതെങ്ങനെയാണ് അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അവർ BJP അതിനെ ഉപയോഗിച്ചത്? രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിച്ചത് എന്റെ നാട്ടുകാരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. നാട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു. ഈ പുള്ളിയെ സംബന്ധിച്ച്, ബിനു എന്ന് പറഞ്ഞ പുള്ളിയെ സംബന്ധിച്ച് ഇവിടെ ചോദിച്ച ആരും പറഞ്ഞുതരും. വളരെ മോശമായിട്ടുള്ള വ്യക്തിയാണ്. അല്ല, ഇന്നലെ ഇത്രത്തോളം BJP പ്രവർത്തകരാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ഉപരോധവുമായി രംഗത്തെത്തിയത്. ഏകദേശം ഒരു 1000-ഓളം പ്രവർത്തകരൊക്കെ പോലീസ് സ്റ്റേഷന് മുൻപിലുണ്ടായിരുന്നു. അപ്പൊ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ആളാണോ? സ്ട്രോങ് ആയിട്ടുള്ള ആളല്ല. ഇപ്പൊ ഞാൻ BJP പ്രവർത്തിക്കാൻ പോയാലും എന്റെ കൂടെ നിൽക്കിയ ആൾ കാണുമായിരിക്കും. ആ ഒരു രീതിക്കുള്ള ആളാണ്. അല്ല, ഈ പുള്ളി ജന്മനാ BJP കാര്യങ്ങളൊന്നും അല്ല. സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ആരും സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് BJPയിലോട്ട് പോയതാണ്. എന്തായാലും നമ്മൾ ഈ പ്രദേശവാസികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് നിഷ്പക്ഷമായ നിലപാടാണ്. കാരണം ഈ സുനിൽ രാഷ്ട്രീയ പാർട്ടികളിലൊന്നും പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല, നിഷ്പക്ഷനായി നിൽക്കുന്ന വ്യക്തിയാണ്. അതേസമയത്ത് ബിനു എന്ന വ്യക്തിക്ക് രാഷ്ട്രീയമുണ്ട്, തീർത്തും BJPക്കാരനാണ്. അങ്ങനെ ആ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ സുനിലിനെ ആക്രമിക്കുന്ന കാര്യത്തിലേക്ക് കടന്നത്. അപ്പോഴാണ് നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്, അല്ലേ? അതെ, നാട്ടുകാരെന്ന് പറയുമ്പം ഈ പയ്യന് വേറെ രാഷ്ട്രീയപരം മറ്റോ വേറെ ഒരു ബന്ധമില്ല. അവൻ ഡെയിലി നല്ല ജോലിക്ക് പോയി അവരെ കുടുംബം കഴിയുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു BJPക്കാർ ഇത് രാഷ്ട്രീയവൽക്കരിച്ചാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അവൻ അവൻ്റെ പേരെന്തുള്ളത്, സുനിലിൻ്റെ വൈഫിനെ എന്തോ നഗ്നത കാണിച്ചെന്നും പറഞ്ഞാണ്, വിനുവിൻ്റെ വൈഫിനെ നഗ്നത കാണിച്ചെന്നും പറഞ്ഞാണ് ഇവർ കേസ് കൊടുത്തത്. കേസ് കൊടുത്തപ്പോൾ പോലീസ് അവനെ വിളിപ്പിക്കുകയും ഇവൻ സ്റ്റേഷനിൽ ഹാജരാകുകയും ചെയ്തു. അപ്പോൾ അവർ വന്നിട്ടില്ല. അവർ വരാത്തതിൻ്റെ പേരിൽ ഇവനെ തിരിച്ച് വൈകിട്ട് ചെല്ലാൻ പറഞ്ഞ് തിരിച്ച് പറഞ്ഞു വിട്ടപ്പോഴാണ് ഈ വരുന്ന വഴിക്ക് ചേർത്ത് നിർത്തി ഒരു 10ഓളം BJPക്കാർ അവനെ അടിച്ചത്. ആ പ്രശ്നമാണ്. ഈ പ്രദേശത്ത് സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ട്. ഏത് സമയം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവാൻ ഇവിടെ ചാൻസ് ഇല്ല. പക്ഷേ ഇത് അവന്മാർ BJPക്കാർ പുറത്തുനിന്ന് ആളിറക്കിയാണ് അടിച്ചത്. അത് ഇവിടുത്തെ നാട്ടുകാർ ഇവിടെ ഒന്നടങ്ക. ഈ പ്രദേശത്തുള്ളവർക്ക് രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയത്തിന്റെ പുറത്ത് സംസാരിക്കുന്നതാണ്? രാഷ്ട്രീയം ഇല്ല. ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇവിടെ മൂന്ന് രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ മൂന്നായിട്ട് നിൽക്കും.
പക്ഷേ അല്ലാത്തപ്പോൾ ഇവിടെ നാട്ടുകാർ എന്നുള്ള രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതാണ്. അരുൺകുമാർ, എന്തായാലും പ്രദേശവാസികളടക്കം പറയുന്നുണ്ട് പലർക്കും പല രാഷ്ട്രീയമുണ്ട്, ഇവിടെയുള്ളവർക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് കാണേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തെ വ്യക്തിപരമായി ഉണ്ടായ വിഷയത്തെ BJP ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഈ പ്രദേശം കനത്ത രീതിയിൽ സംഘർഷഭരിതമാക്കാനുള്ള ഒരു സാഹചര്യമാണ് അവർ നോക്കിയത്. അതിനെതിരെയാണ് നാട്ടുകാർ പ്രതികരിച്ചതും ഇന്നലെ BJP പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന ഇത്തരത്തിലേക്ക് BJP മാറുകയും ചെയ്തത്. BJP പ്രവർത്തകർ ഇന്നലെ സുനിലിനെ ആക്രമിച്ച സമയത്ത് തന്നെ നാട്ടുകാർ ഇടപെട്ട് ഈ സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് BJP പ്രവർത്തകർക്കും മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യവും അതേപോലെ തന്നെ കല്ലേറിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. താങ്ക് യു ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നെട്ടയത്തെ നല്ല മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടു. ചാമ്പുണ്ടാക്കാൻ വേണ്ടി ചില ടീമൊക്കെ അവിടെ ഇറങ്ങിത്തിരിക്കും. ഇതാണ് നഗ്നത കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നതാണോ നഗ്നത? അങ്ങനെയാണെങ്കിൽ വല്ല ഫാഷൻ ഷോയിലൊക്കെ പോകണം. ഈ നാട്ടുകാരെ അതൊക്കെ എന്ത് മോശമാണല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും അതിനെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് വലിയ സംഘർഷാവസ്ഥയിലേക്ക് എത്തിച്ചു. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്നലെ ഭീതിതമായ അന്തരീക്ഷം തന്നെയായിരുന്നു അവിടെ. കുറച്ച് നേരത്തേക്ക് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ. എന്തിനാണോ എന്തോ ഒരാൾ എന്തോ മറ്റൊരു പെൺകുട്ടിയോട് മോശമായിട്ട് എന്തോ പറഞ്ഞു. അത് കേസ് കൊടുക്കുക, നിയമപരമായിട്ട് നേരിടുക, നാട്ടുകാരെ കൈവച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കൂ.